അവിടെ നമുക്ക് കാണാൻ പറ്റും. അവർ പറയുന്നത് ഇബ്രാഹിം സാഹിബ് ഉണ്ടാക്കി തന്ന പാലമാണ്, ഇബ്രാഹിം സാഹിബിൻ്റെ കാലത്തുണ്ടാക്കിയ റോഡാണ് എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ രാഷ്ട്രീയ എതിരാളി ഇതൊന്നും നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും നടപ്പാക്കിയതിൽ അതിന് അദ്ദേഹം ഏറ്റവും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യ ഹൃദയങ്ങളിലേക്കാണ് അദ്ദേഹം എപ്പോഴും ചേക്കേറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മറക്കുവാൻ നമുക്ക് സാധ്യമല്ല. പിന്നെ എറണാകുളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ എറണാകുളത്തിൻ്റെ ഒരു മതേതര മുഖം തന്നെയായിരുന്നു അദ്ദേഹം. എറണാകുളത്തിൻ്റെ ഒരു സാമൂഹ്യ ശാസ്ത്രം അങ്ങനെയാണല്ലോ, അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എറണാകുളത്തുണ്ട്. അപ്പോൾ അവരോടെല്ലാം നല്ല ബന്ധം പുലർത്താൻ, മുസ്ലിങ്ങളായിട്ട്, ക്രൈസ്തവ സമൂഹമായിട്ട്, അതുപോലെ തന്നെ മറ്റ് ഹൈന്ദവ ആചാര്യന്മാരുമായിട്ട് അവരോടൊക്കെ തന്നെ നല്ല ബന്ധം പുലർത്താൻ മുസ്ലിം ലീഗിൻ്റെ തന്നെ അതിലേക്കൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ഇബ്രാഹിം സാഹിബ് എന്നുള്ളത്. മുസ്ലിം ലീഗിൻ്റെ മതേതരത്വത്തിലെ ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വിയോഗം അതിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വലിയ നഷ്ടബോധം ഉണ്ടാക്കുന്നു. എറണാകുളത്തൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹമിശ്രണമായ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ആ സ്വീകരണവും അതൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും സർവശക്തൻ്റെ ആ ഒരു പാപമോക്ഷം അദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ചെറുപ്പത്തിലാണ്, എൻ്റെ ബാപ്പുള്ള കാലത്ത് ഫേമസ് ബുക്കുതങ്ങളുള്ള കാലം തൊട്ട് തന്നെ തുടങ്ങിയിട്ടുള്ള ബന്ധമാണ്. ബാപ്പയോട് അന്ന് അദ്ദേഹം ചെറുതായിരിക്കും, എന്നാലും ആ കാലം തൊട്ടാണ് ഉള്ള ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്ന നമ്മുടെ ബീരാൻ സാഹിബ്, അവരൊക്കെ തന്നെ അവരുടെയൊക്കെ ആ ഒരു ബന്ധം അത് പിന്നീടത് തുടർന്നു. സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. മുറലി തങ്ങളുമായിട്ട് ഏതൊരു തങ്ങളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഞങ്ങളെ അതാത് കാലത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഇപ്പോൾ വി.കെ. ഇബ്രാഹിം കുഞ്ഞിനെ അനുസ്മരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.